ഫലവൃക്ഷ തൈകൾ, അലങ്കാര ചെടികൾ, ചെടിച്ചട്ടികൾ, വളം തുടങ്ങി ഒരു ഗാർഡനിങ്ങിന് ആവശ്യമായ എല്ലാം ഇവിടെയുണ്ട്. ഗാർഡനിന്റെ ഇടയിലുള്ള ആമ്പൽക്കുളവും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ഒരു വീടോ നമുക്ക് ഹോട്ടൽ അങ്ങനത്തെ എന്ത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള A to Z കാര്യം എന്ന് പറയാൻ കണക്കിന് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആയിട്ട് കുറച്ച് പേര് നമുക്ക് ചോദിച്ചു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വെറൈറ്റി ആയി മിയാസക്കി, നാംഡക്മോയ് അതുപോലത്തെ നമുക്ക് ചോദിച്ചു വരാം. അല്ലാതെ മൊത്തം ഒരു വീട്ടിനാവശ്യമായിട്ടുള്ള അലങ്കാരത്തിനും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ചെടികളും അങ്ങനെ ഒരുപാട് ചെടികൾക്ക് വേണ്ടി മൊത്തം ഒരു ഇത് ചെയ്യാൻ വേണ്ടി വരും. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് മലയാളി ബോൺസൈ മ്യൂസിയവും ടിഷ്യൂ കൾച്ചർ വാഴകളും. ബോൺസൈ മ്യൂസിയം, മലയാളി ബോൺസൈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു കളക്ഷൻ. ബോൺസൈര് കുഞ്ഞല്ല, ഒരു അത്യാവശ്യം വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 15 വെറൈറ്റി വാഴ, ഓർണമെൻ്റൽ പ്ലാന്റ്സ്, അതായത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ്, സിങ്കോണിയം, പിന്നെ കലേഡിയം വെറൈറ്റീസ്, പിന്നെ ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങിയവ ചെയ്തു വരുന്നുണ്ട്. പിന്നെ വാഴയിലാണെങ്കിൽ ഏത്തൻ, കപ്പ, റോബസ്റ്റ, പാളയം തുടങ്ങിയ വെറൈറ്റികളുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മഞ്ചേരി കുള്ളൻ ചെയ്യുന്നുണ്ട്. അത് 6ാമത്തെ മാസത്തിൽ പൂവിട്ട് 9ാമത്തെ മാസത്തിൽ നമുക്ക് വലമെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓർണമെൻ്റൽ വെറൈറ്റീസായ തായ് മൂസ, അതും ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തു വരുന്നു. ആൾക്കാർ വരുന്നുണ്ട്. ഫാർമേഴ്സാണ് കൂടുതലും നമ്മളെ സമീപിക്കുന്നത്. പിന്നെ ചെറുകിട നഴ്സറിക്കാരും വന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ ഗാർഡൻ കാണാൻ വരുന്ന ആൾക്കാരും വന്ന് മേടിക്കാറുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള നെല്ലിമൂടാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. 1972 സ്ഥാപിച്ച ഈ ഗാർഡൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. സജു കാഞ്ഞിരക്കുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.